ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 1-ാം തീയതി, അതുപോലെ തന്നെ തിങ്കളാഴ്ച. ഒരു ആഴ്ചയുടെ തുടക്കവും ഇന്നു തന്നെയാണ്, ഒരു മാസത്തിൻ്റെ തുടക്കവും ഇന്നു തന്നെയാണ്. ഓരോ വർഷത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ എത്രമാത്രം പ്രതീക്ഷകളോടുകൂടിയാണോ ആരംഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു മാസത്തിൻ്റെ തുടക്കവും നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പക്ഷേ എല്ലാ മാസങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലതാനും. നമ്മളെല്ലാവരും മാസത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഉണ്ടാകും. അതും പ്രധാനമായിട്ടും ശമ്പളം കിട്ടി ഒരു 10 ദിവസം വരെയും നമുക്ക് ഒരു സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകും. പക്ഷേ ശമ്പളം കിട്ടിക്കഴിഞ്ഞ് ഒരു 15 ദിവസമെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് പതുക്കെ ഡൗൺ ആവുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ അക്കൗണ്ടുകളിലെ ക്യാഷുകൾ കുറേശ്ശെയായിട്ട് അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന പണമാണെങ്കിൽ അതും ഇല്ലാതാകും. എത്ര തന്നെ നമ്മൾ പിടിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാലും ഓരോരോ പുതിയ ചിലവുകൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഈ മാസം ശരിയല്ല എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും. പണപ്രശ്നം മാത്രമാണെങ്കിൽ ശരി, നമ്മളതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ മാനസികപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ നമ്മളെ ഒരുപാട് തളർത്തി താഴെ ഇടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഒരു മാസത്തിൽ മുഴുവനായിട്ട് നമുക്ക് അഭിമുഖീകരിക്കാൻ വേണ്ട. ഞങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് പൂർണ്ണമായും മോചനം നേടുവാൻ വേണ്ടി നിത്യവും രാവിലെ ഉണർന്ന ഉടനോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നോ വെറും ഒരു 5 മിനിറ്റ് ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ ഇതൊരു വേദിക് സ്വിച്ച് വേർഡാണ്, ഇത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. വെറും 5 മിനിറ്റ് മാത്രം മതി. ഈ വാക്ക് ചൊല്ലുവാൻ പൂജകളോ പരിഹാരങ്ങളോ അതുപോലെ തന്നെ മന്ത്രജപങ്ങളോ, ഇനി അതും അല്ല നമ്മൾ കുളിച്ചിരിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പീരിയഡ്സ് ആണ് എന്നോ പുലവാലായ്മ ഉണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്നു തന്നെ ചൊല്ലുക. ഇനി അഥവാ ഈ മാസത്തിൽ എപ്പോഴാണോ നിങ്ങളുടെ കണ്ണുകളിൽ ഈ വീഡിയോ വന്ന് പെടുന്നത്, നിങ്ങൾ അപ്പോൾ മുതൽ ചൊല്ലിത്തുടങ്ങിയാലും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും. മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകും. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ഒരുപാട് സംഘർഷിതഭരിതമാണ്, ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏതു കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും ഒരു പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് തെറ്റിപ്പോകാറുള്ളത് സ്വാഭാവികം മാത്രമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ഈ ഒരു വേദിക് സ്വിച്ച് വേർഡ് നമുക്ക് ഉപകാരപ്രദമാകുന്നതാണ്. ആ ഒരു സ്വിച്ച് വേർഡ് ഏതാണ് എന്നു കാണാം. അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാമെങ്കിലും കൂടി കഴിവതും രാവിലെ ഉണർന്ന ഉടനെ ചൊല്ലുക. ഇനി അഥവാ അന്ന് രാവിലെ ഉണർന്ന ഉടനെ ചൊല്ലാൻ മറന്നു പോയി എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് നമ്മൾ ചൊല്ലാവുന്നതാണ്. നമ്മുടെ മനസ്സ് ആ സമയത്ത് ഏതൊരു ചിന്തയുമില്ലാതെ വളരെ ശാന്തമായിരിക്കുന്ന ഒരു സമയമായിട്ട് തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ വളരെ നല്ലത്. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ ശാന്തമായ ഒരു പ്രതീതി കൊണ്ടുവന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തെയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയും മനസ്സിൽ കരുതിക്കൊണ്ട് താഴെ തറയിലോ അല്ലെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ നിറവേറ്റിയെടുക്കുന്നതായിട്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നതായിട്ടും നമ്മൾ തന്നെ ഫീൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വേദിക് സ്വിച്ച് വേർഡ് വെറും 5 മിനിറ്റ്, ഇനി അഥവാ നിങ്ങൾക്ക് ഒരുപാട് നേരം ഈ ഒരു വാക്ക് ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും നേരം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ആ വാക്ക് ഇതാണ്: അപവിഘ്ന, അപവിഘ്ന, അപവിഘ്ന.
നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഇത് ഒരു സ്വിച്ച് വേർഡ് എന്നതിലുപരി ഒരു മന്ത്രവാക്ക് എന്നും കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാൽ വിഘ്നങ്ങളെ ഇല്ലാതാകുവാൻ വേണ്ടി നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുന്ന ഭഗവാനാണ് ഗണേശ ഭഗവാൻ. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഏതു കാര്യങ്ങൾ തുടങ്ങിയാലും അത് തടസ്സമില്ലാതെ നടന്നു കിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ പണത്തിനെ വശീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു വാക്ക് ചൊല്ലാം. അതായത് പണം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുവാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരുപാടുണ്ടാകും. അത് നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. മാത്രമല്ല നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പല സന്ദർഭങ്ങളിലും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടാകും. ആ തടസ്സങ്ങളെ മറികടന്ന് അത് നമ്മളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വാക്ക് കൂടിയാണ് അപവിഘ്ന എന്നുള്ള ഈ ഒരു അത്ഭുത വേദിക് സ്വിച്ച് വേർഡ്. ഉദാഹരണത്തിന് ഒരു ലോട്ടറി എടുക്കുവാൻ പോവുകയാണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ ഓണം ബമ്പറെല്ലാം വരികയാണ്. ഒരു പക്ഷേ ആ ലോട്ടറിയിൽ നമുക്ക് ചെറുതോ വലുതോ ആയ ഒരു സമ്മാനമുണ്ട്. പക്ഷേ ആ സമ്മാനം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി തരും. മാത്രമല്ല നമുക്ക് ഭാഗ്യങ്ങൾ തേടിയെത്തുവാനും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പണങ്ങൾ വന്നു ചേരുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനും നമ്മൾ ജീവിതത്തിൽ എന്താകണമെന്ന് ആഗ്രഹിച്ചുവോ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുവാനും സാധിക്കുന്ന ഒരു മഹാമന്ത്രവാക്ക് അല്ലെങ്കിൽ അത്ഭുത സ്വിച്ച് വേർഡ് എന്ന് തന്നെ ഈ അപവിഘ്ന എന്നുള്ള ഈ വാക്കിനെ പറയാവുന്നതാണ്. ഈ ഒരു മാസം മുഴുവൻ നിങ്ങളിത് തുടർച്ചയായിട്ട് ചൊല്ലി നോക്കൂ. ഒരു ദിവസം പോലും നമുക്ക് ഇടവേള എടുക്കേണ്ട ആവശ്യമില്ല. നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ രാവിലെ ഉണർന്ന ഉടനെയോ നമ്മൾ ഈ ഒരു വാക്ക് ചൊല്ലി നോക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. പാഴ്ചിലവുകൾ ഇല്ലാതാകും, ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ വലിയൊരു ഭാരം ഇല്ലാതാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. കൂടാതെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. എപ്പോഴും എന്തോ ഒരു വിഷമം ഉള്ളതുപോലെയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. പോസിറ്റീവ് എനർജി വന്ന് നിറയുവാനും ഈ ഒരു വാക്ക് നമ്മൾ ചൊല്ലുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്കിതെല്ലാം തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള അത്ഭുത സ്വിച്ച് വേർഡാണ്. എങ്ങനെയാണോ നമ്മൾ ഡിവൈൻ കൗണ്ട് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത്, മാത്രമല്ല നമ്മൾ ഒരുപാട് സ്വിച്ച് വേർഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സ്വിച്ച് വേർഡുകളിലൂടെയെല്ലാം ഏതെങ്കിലും ഒരു ആഗ്രഹത്തെയായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യത്തെ ആയിരിക്കും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ അപവിഘ്ന എന്നുള്ള ഈ ഒരു സ്വിച്ച് വേർഡ് മുഖാന്തരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുവാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് പുസ്തകം, വരയിടാത്ത നോട്ട് പുസ്തകം എടുക്കുക. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഏത് കാര്യമാണോ ഈ ഒരു മാസത്തിനുള്ളിൽ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഓണം വരികയാണ്, ഞാനൊരു പുതിയ വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങിക്കണം, ഇനി അഥവാ ഒരു പവൻ്റെ സ്വർണം അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണമെങ്കിലും എടുക്കുവാൻ എന്നെക്കൊണ്ടാകണം, ബോണസ് കിട്ടുന്നുണ്ട്, അത് വെച്ച് വേറെ പാഴ്ചിലവുകളൊന്നും ചെയ്യാതെ നല്ല സേവിങ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ചിലവുകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നടന്നു കിട്ടുവാൻ വേണ്ടിയും നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ 108 പ്രാവശ്യം ആ ഒരു കാര്യത്തെ നിറവേറി കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അപവിഘ്ന 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 എന്നിങ്ങനെ എഴുതാവുന്നതാണ്. ഇത് എഴുതുന്നത് വരെയും, അതായത് 108 പ്രാവശ്യം നമ്മൾ എഴുതി കഴിയുന്നത് വരെയും നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ആഗ്രഹം നിറവേറ്റിയെടുത്താലും സാരമില്ല, നിങ്ങൾ ഈ ഒരു മാസം മുഴുവൻ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതിക്കൊണ്ടിരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നു തന്നെ നിങ്ങൾ മറക്കാതെ ഇത് എഴുതി തുടങ്ങുക. ജീവിതത്തിലെ ഒരു അത്ഭുതത്തെ സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വാക്ക് ചൊല്ലുന്നതിലൂടെയോ എഴുതുന്നതിലൂടെയോ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. ഇനി ചിലർ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒന്ന് എഴുതി നോക്കാം,
അല്ലെങ്കിൽ ഒന്ന് ചൊല്ലി നോക്കാം എന്ന് പറയുന്നവരാണെങ്കിലും ധാരാളം നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ശ്രമിച്ചു നോക്കുന്ന സമയത്ത് ആ ആവശ്യം നമുക്ക് നിറവേറി കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാക്കിനോടോ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനോടോ വളരെയധികം വിശ്വാസമുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയാണെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു വാക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലി നോക്കുകയോ എഴുതി നോക്കുകയോ ചെയ്യുക. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണോ അത് നമ്മുടെ കൺമുന്നിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനുള്ള അത്ഭുത വേദിക് സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ മാത്രമല്ല മന്ത്രജപങ്ങൾ, വഴിപാടു രീതികൾ, പൂജാരീതികൾ, ദൈവിക കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.